അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്ന സ്ഥാനം എന്തെന്നറിയോ? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഒരു സിംഹാസനം കൊണ്ടുവരും സ്വഹാബാ, ഒരു സിംഹാസനം കൊണ്ടുവരും സ്വഹാബാ. പടച്ചവനെ, നബി തങ്ങൾ അതിന്റെ മഹത്വം പറഞ്ഞു കൊടുക്കുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, ഇത് പ്രവാചകന്മാർക്കുള്ളതാണോ നബിയേ? ഈ സിംഹാസനം പ്രവാചകന്മാർക്ക് കൊടുക്കുന്നതാണോ? നബി തങ്ങൾ പറഞ്ഞു, അല്ല, ശഹുദാക്കൾക്കുള്ളതാണോ നബിയേ? ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ശുഹദാക്കൾ, ആ ശുഹദാക്കൾക്കുള്ളതാണോ നബിയേ? നബി തങ്ങൾ പറഞ്ഞു, അല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തെന്നറിയുമോ? ലോകത്തെ കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സക്കരിയ നബിയും, ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാര് കൊതിക്കുകയാണ്, എനിക്ക് ആ സിംഹാസനം ഒന്ന് കിട്ടിയിരുന്നതെങ്കിൽ. സുഹദാക്കൾ കൊതിക്കുകയാണ്, ബദരീങ്ങൾ കൊതിക്കുകയാണ്, ആ സിംഹാസനത്തിലൊന്നിരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അവര് പോലും കൊതിക്കും സ്വഹാബ, അവര് പോലും ആഗ്രഹിക്കും സ്വഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പിന്നെ ഇതാർക്കുള്ളതാ നബിയേ? ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നതാരാ നബിയേ? നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഖൗമുന തുഹാബു ബിറൂഹില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച 2 ചങ്ങാതിമാർക്കുള്ളതാ. പെങ്ങള്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച 2 കൂട്ടുകാരികൾക്കുള്ളതാ. അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിന് വല്ലാത്ത സ്ഥാനമാണ്.